ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മൾ മലയാളത്തിൻ്റെ പദശുദ്ധിയുടെ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണിത്. ബാക്കി 2 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പം എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് പദശുദ്ധി, അർത്ഥവ്യത്യാസം അങ്ങനെയുള്ളവ. മലയാളത്തിൽ നിന്ന് പ്രത്യേകിച്ചും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മലയാളം ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ പദശുദ്ധി ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളമാണ്. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ അല്ല എഴുതാറുള്ളത്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ വാക്കുകളും അത്ര ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കുക, ഒരു തവണയൊന്ന് എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ മറന്നു പോകത്തില്ല. അപ്പം ആദ്യത്തെ വാക്കാണ് അവധൂതൻ. അവധൂതൻ. ആ ദായ ഏതാന്ന് നോക്കണം. നാ തിരിച്ചിരുന്ന ദായാണ് അവധൂതൻ. പരിണതഫലം. പരിണിതഫലമല്ല, പരിണതഫലമാണ്. പരിണതഫലം. അഷ്ടകലശം. ആ ടാ ഏതാന്ന് നോക്കണം. അഷ്ടകലശം. മുതലാളിത്തം. മുതലാളിത്വം അല്ല, ഇത്തായാണ്. മുതലാളിത്തം. ക്രീഡ. ആ ഡാ ഏതാന്ന് നോക്കണം. ക്രീഡ. സ്ത്രീത്വം. സ്ത്രീത്വം ആണ്, തമ്മല്ല. താ എഴുതിയിട്ട് തോ എന്ന് പറയുന്ന ആ ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ആ ഒരു വാക്കാണ്, അത് ഓർത്തോണം. സ്ത്രീത്വം. കണ്ടുപിടിത്തം. കണ്ടുപിടുത്തമല്ല, കണ്ടുപിടിത്തം. കുടിശ്ശിക. ശായിക്ക് ഇരട്ടിപ്പുണ്ട്. കുടിശ്ശിക. ചിലവല്ല, ചെലവ്. ചെലവ്. അസ്തപ്രജ്ഞൻ. അപ്പൊ ആദ്യം ജായും ഞായും തമ്മിൽ നമുക്ക് മാറിപ്പോതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. അസ്തപ്രജ്ഞൻ. ജായാണ് ആദ്യം വരുന്നത്. അസ്തപ്രജ്ഞൻ. നിവൃത്തി. വൃത്തിയുടെ ആ വൃ ആന്നുള്ളത് ഓർത്തോണം. നിവൃത്തി. ആവൃത്തിയും അതുപോലെ തന്നെ. ഐഹികം. ഐഹികം എന്നില്ല, ഐഹികം. ഗ്രന്ഥം. നായും തായും കൂടെ ചേർന്നാണ് ഗ്രന്ഥം. അഷ്ടകലശം. ആ ടാ ഏതാന്ന് നോക്കണം. അഷ്ടകലശം. ആഡംബരം. ഡാ ഏതാന്ന് നോക്കണം. ആഡംബരം. അനുഷ്ഠാനം. അനുഷ്ഠാനത്തിന്റെ ഡാ ശ്രദ്ധിച്ചോണം. പൂജ്യം പോലിക്കുന്ന ആ ഒരു ഡായാണ് അനുഷ്ഠാനം. വിശ്വസ്തൻ. സായും തായും കൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരെണ്ണത്തിൻ്റെ അത് പറഞ്ഞിട്ടില്ലായിരുന്നു, സായും തായും അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ, പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ പ്രസ്ഥാനത്തിന്റെ അകത്ത് സായും വേറെ മറ്റേ ആ ധായും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് ഓർത്തോണം. വിശ്വസ്തൻ സായും തായും കൂടെയാണ്. ജഡം. ജഡം എങ്ങനെയാ, ഏത് ഡായാന്ന് നോക്കണം. ജഡം. പ്രവൃത്തി. നമ്മൾ നിവൃത്തി ആവൃത്തിയൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രവൃത്തി. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. പ്രവർത്തിക്കുക എന്നാണ്, പ്രവൃത്തിക്കുക എന്നല്ല. പ്രവായേ ഉള്ളൂ. പ്രവർത്തിക്കുക. ജോഡി. ജോഡി. ജഡത്തിന്റെയും ജോഡിയുടെ ഒക്കെ ഡാ നോക്കിക്കോണം. ക്രീഡ, ജഡം, ജോഡി ഇതൊക്കെ ചോദിച്ചിട്ടുള്ള, ഇതൊക്കെ എന്നല്ല, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡാ ഏതാണെന്നൊന്ന് ശ്രദ്ധിച്ചോണം. ഉദ്ബോധനം. ആ എന്നുള്ള ഉദ്ദെന്നുള്ളതിന്റെ ദയും ബോധനത്തിന്റെ ദായും ശ്രദ്ധിച്ചോണം. ദായും ഇതായും ആന്ന് ഓർത്തോണം. ഉത്പാദനം. ഉൽപാദനമല്ല, ഉത്പാദനം. അനുഗൃഹീതൻ. ഗൃഹത്തിന്റെ ഗൃ ആണ് അനുഗൃഹീതൻ. പെട്ടെന്ന്. അല്ലെങ്കിൽ. ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത്. മഹത്വം. മഹത്വത്തിന് ഇത്തായാണ്. മഹത്വം. ഇത്ത. ഉത്തരവാദിത്തം. ഉത്തരവാദിത്വം അല്ല, ഉത്തരവാദിത്തം. ഇത്ത. കുട്ടിത്തം. കുട്ടിത്തത്തിനും ഇത്ത തന്നെയാണ്. പക്ഷേ. പക്ഷേ. ഇക്ഷേന്നുണ്ട്. പക്ഷേ. ദിനപത്രം. ഇപ്പ ഇല്ല, വെറും പായേ ഉള്ളൂ. ദിനപത്രം. ആഴ്ചപ്പതിപ്പ്. ഇച്ച നമ്മൾ എപ്പോഴും എഴുതാറുള്ളതാണ്. ആഴ്ചപ്പതിപ്പിന് ഇച്ച ഇല്ല. ആഴ്ചപ്പതിപ്പ്. ഈ പായ്ക്ക് മാത്രമേ ഇരട്ടിപ്പുള്ളൂ. ആഴ്ചപ്പതിപ്പ്. അഷ്ടകം. ഏത് ഠായാന്നോർത്തോണം. അഷ്ടകം. ഈ പറഞ്ഞേക്കുന്ന വാക്കുകളെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന അല്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഒരു കുറച്ച് തവണ, 1 ഒരു 5 തവണയോ 6 തവണയോ ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല. പിന്നെ നിങ്ങൾ റിവൈൻഡ് അടിച്ച് കേട്ട് വീണ്ടും കാണാതെ എഴുതി നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. എഴുതി നോക്കിയിട്ട് ആൻസേഴ്സ് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്